അവള് ചേച്ചിയുടെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ചെന്ന് വെച്ച് എന്തിനു ചേച്ചി ദേഷ്യം പിടിച്ച് ഇവിടെ വന്ന് നിൽക്കണം? ചേച്ചി ഒന്ന് വന്നേ. അവൾ ആരെന്ന് നിനക്കറിയില്ല. ഒരാളെ ഞാൻ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് അവളെയാ. മലയാളിയാണെങ്കിലും അവള് താമസിക്കുന്നത് മുംബൈയിലാ. ഏതോ വലിയ കാശുകാരന്റെ മോള. അതിന് നമുക്കെന്താ? എന്താന്നോ? കേട്ടില്ലേ വല്യേച്ചി, 25% ഷെയർ വാങ്ങിച്ചത് അവളാ. സഞ്ജുവുമായി ഇത്ര അടുപ്പമുണ്ടായിട്ട് അവൾ എന്തിനീ വിവരം ഒളിച്ചു വെച്ചത്? എന്നിട്ട് ഈ ദിവസം തന്നെ അവൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സഞ്ജു ആ കോളേജിൽ നിന്ന് പോകുന്നത് വരെ സഞ്ജുവിന്റെ സൂര്യൻ കെടുത്തി നടന്നവളാ ഈ സഞ്ജന. സഞ്ജുവിനോട് ഭ്രാന്ത് പിടിച്ച പ്രണയമായിരുന്നു. സഞ്ജു എവിടെ പോയാലും അവൾ അവിടെ ഉണ്ടാവും. പാർക്കില്, ഐസ്ക്രീം പാർലറില്, തിയേറ്ററില്, എന്ന് വേണ്ട എവിടെ. പരസ്യമായ സഞ്ജുവുമായി പ്രണയത്തിലാണെന്ന് അവള് കോളേജ് ക്യാമ്പസിൽ പറഞ്ഞു നടന്നത്. അത് ഏറ്റുപാടാൻ കുറെ മങ്കീസും ഡോങ്കീസും. അതിന് ചേച്ചി അദ്ദേഹം തമ്മിലായിരുന്നില്ലേ ഇഷ്ടം? അതവക്കറിയില്ലേ? അവൾ അതൊന്നും കാര്യമാക്കിയില്ല. ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് തന്നെ പലവട്ടം സഞ്ജു അവളോടത് പറഞ്ഞതാ. എന്താ എനിക്ക് സഞ്ജുവിനെ പ്രണയിക്കാൻ പാടില്ലെന്നാ സഞ്ജന തിരിച്ചു ചോദിച്ചത്. സഞ്ജുവിനെ അവള് സ്നേഹിക്കുന്നത് ഒരുമിച്ച് ജീവിക്കാനാണത്ര. എനിക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നാ അവള് കോളേജിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞു നടന്നത്. ചേച്ചിയോട് അവൾ വഴക്കിടാൻ വന്നിട്ടുണ്ടോ? ഇല്ല. ഞാനും സഞ്ജുവും തമ്മിലുള്ള ബന്ധം അവൾ അംഗീകരിച്ചെങ്കിൽ മാത്രമല്ലേ എന്നെ അവൾ എതിരാളിയായി കാണൂ. ഇത് എന്തൊരു പെണ്ണാ! മറ്റൊരാളിന്റെ ആളെ സ്നേഹിക്കാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അതാണ് മോളെ സഞ്ജന. ചേച്ചി, അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ടതാ. കുറച്ചു മുമ്പേ അവൾ ഇവിടെ എത്തിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സഞ്ജുവിനെ ഹഗ് ചെയ്തത് നീ കണ്ടില്ലേ? മനു അതേ കോളേജിലുണ്ടായിട്ടും അവനെ എന്താ അവള് ഹഗ് ചെയ്തത്? ചേച്ചി, അവൾ എന്ത് വൃത്തിയേട് കാണിച്ചാലും ചേച്ചിയുടെ ആളിന്റെ മനസ്സ് മാറുമോ? അദ്ദേഹത്തെ ഫ്രണ്ട്ഷിപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണുള്ളൂ. ഇതേ പഠിക്കുന്ന കാലൊന്നുമല്ല. മാത്രമല്ല, ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്ക. എന്തിനാ ചേച്ചി ടെൻഷനാവുന്നേ? ചേച്ചിയുടെ രാജകുമാരന്റെ മനസ്സ് നിറയെ ചേച്ചിയാ. സഞ്ജനയല്ല, ആര് വന്നാലും ആ മനസ്സിളകാൻ പോകുന്നില്ല. ചേച്ചി അവിടെ നിന്ന് ഈ റൂമിലേക്ക് വന്നത് അവിടെ എല്ലാവരും കണ്ടിട്ടുണ്ട്. മാറി നിന്ന അത് ചേച്ചിക്ക് അപമാനാവുന്നത്. ആ സമയം എന്റെ കൺട്രോൾ പോയി. പഴയ കാലമൊക്കെ ഞാനൊന്ന് ഓർത്തുപോയി. അദ്ദേഹം ഇപ്പൊ ചേച്ചി അന്വേഷിക്കുന്നുണ്ടാവും. ഈ ഒഴിഞ്ഞുമാറ്റം കണ്ടാൽ ചേച്ചിക്ക് അദ്ദേഹത്തെ വിശ്വാസമില്ലെന്നല്ലേ അദ്ദേഹത്തിന് തോന്നുക? നീ പറയുന്നത് സത്യം. സഞ്ജുന് അത് വിഷമം ഉണ്ടാക്കും. ഞാനെന്തിനു മാറി നിൽക്കണം? ഇപ്പോഴമ്മോ എന്റെ മനസ്സൊന്ന് ശാന്തമായത്. പഠിക്കുന്ന കാലത്ത് സഞ്ജനയുടെ അടവുകളൊന്നും സഞ്ജുവിന്റെ മുന്നിൽ വില പോയിട്ടില്ല. പിന്നെ ഇപ്പോ. ചേച്ചി വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആരെങ്കിലും ചോദിച്ചാ ഫ്രഷ് അവൻ റൂമിൽ വന്നതാന്ന് പറഞ്ഞാ മതി. അമ്മേ, നീ ചെല്ല്, ഞാൻ വരാം. ഫോൺ എടുത്തിട്ട് കാര്യം പറഞ്ഞിട്ട് വാ. ഹലോ, എന്താ അമ്മ? ശ്രീകുട്ടി, നീ എന്തിനാ ഇവിടുന്ന് പോയത്? ഫ്രഷ് ആവാനാ, ഞാൻ വരുവാ. ആ പെണ്ണാരാണെന്ന് ശ്രീകുട്ടിക്ക് മനസ്സിലായോ? എന്നെ കൂടെ പഠിച്ചതാ അവള്. അവളെ ഇഷ്ടപ്പെടാതെയാ നീ പോയതെന്ന് എനിക്കറിയാം. സഞ്ജുവിന് ഷെയർ വിൽക്കാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് നീയല്ലേ? എന്നാലേ നീ കേട്ടോ, മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ വാങ്ങിയിരിക്കുന്നത് ആ പെണ്ണാ. അമ്മേ, അതേടി, നിങ്ങൾ കാത്തിരുന്ന ചീഫ് ഗസ്റ്റ് അവളാ. അവന്റെ പേരിന് സാദൃശ്യമുള്ളവൻ സഞ്ജന.
അമ്മു, മൂർച്ചയുള്ള കത്തിയത്. നിന്റെ മനസ്സും ചിന്തയും ഇവിടെയൊന്നുമല്ല. കുറച്ചു നേരം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രാജുവേട്ടാ. എന്താ അമ്മു നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? ഞാൻ നോക്കിയിട്ടിപ്പോ മംഗലശ്ശേരിയിലെ കാര്യങ്ങളോർത്ത് വിഷമിക്കാൻ മാത്രമൊന്നുമില്ല. കവിത പിച്ചൊഴികെ എല്ലാവരും സന്തോഷത്തില. ഇനി അമ്മൂന് മാത്രമായി വേറെന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കെന്ത് വിഷമം ഇവിടെ ഉള്ളത്? അതല്ല, തച്ചിലെടുത്തുനിന്ന് എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. അമ്മയോർത്ത എന്റെ വേദന. ശരിക്കും അമ്മയുടെ സങ്കടം തീർന്നിട്ടില്ല. ഇരുട്ടുമുറിന്ന് ഭർത്താവിനെ പുറത്തു കൊണ്ടുവന്നതാ ഇപ്പൊ മറ്റൊരു തരത്തിൽ അമ്മയ്ക്ക് സങ്കടം സമ്മാനിച്ചിരിക്കുന്നത്. ഇത്രയും കാലം ആ മനുഷ്യനെ പറ്റി ഇവിടെ ആരും ഒന്നും ഓർക്കാറ് പോലും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? ആ ഫോട്ടോ കാണുന്നവരൊക്കെ ഇങ്ങനെ ഒരാളിവിടെ ജീവിച്ചിരുന്നു എന്ന് ചിന്തിച്ചു പോവില്ലേ? അതിനുവേണ്ടി തന്നെയല്ലേ മരിച്ചുപോയവരുടെ ചിത്രം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെക്കുന്നത്. ആ ഓർമ്മകൾ മറ്റുള്ളവർക്ക് മരിച്ചുപോയ ആളെ പറ്റിയുള്ള അനാഥത്വം പോലെ തോന്നിയാലോ? അമ്മു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മരിച്ചുപോയ ഒരാളിന്റെ ചിത്രം കാണുമ്പോ ആ ആള് മരിച്ച ദിവസമല്ലേ ഓർക്ക? ഓ, ഇപ്പൊ മനസ്സിലായി. സഞ്ജുവിന്റെ അച്ഛന്റെ ആണ്ടുബലിയെ പറ്റിയല്ലേ അമ്മു സംസാരിക്കുന്നത്? അതെ, അത് തന്നെ. മറ്റുള്ള പ്രശ്നങ്ങൾക്ക് അമ്മുമായിട്ട് പരിഹാരം കണ്ടതുപോലെ ഇത് നടക്കില്ല അമ്മു. അതങ്ങ് വിട്ടേക്ക്. ഞാൻ അമ്മുവിനോട് ഉറപ്പിച്ച് പറയാ. മുമ്പായിരുന്നെങ്കിൽ ആ ഓർമ്മ ദിവസം അദ്ദേഹത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിലൂടെ കടന്നു പോയേനെ. അമ്മ ഫോട്ടോയുടെ മുന്നിൽ പോയി മകൻ പോലും അറിയാതെ സങ്കടം കരഞ്ഞു തീർത്തേനെ. ഇപ്പൊ ആ മനുഷ്യനെ വെറുക്കുന്നവർക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ ഒരവസരമായി. അങ്ങനെ ഒരു അവസരം കവിത ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും ഒരുക്കി കൊടുക്കുന്നത് ഞാനല്ലേ രാജുവേട്ടാ? ഓർമ്മ ദിവസം ആ നല്ല മനുഷ്യൻ അവരുടെ മുന്നിൽ പരിഹാസം മാത്രമായിരിക്കും. അദ്ദേഹത്തിന്റെ മകൻ പോലും തങ്ങളുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കി കവിത ചേച്ചിയും ചേച്ചിയുടെ അമ്മയും സന്തോഷിക്കും. ബലികർമ്മം നടത്തിയിട്ട് നീണ്ട 19 വർഷങ്ങളായി. വീണ്ടും ആ ദിവസം വന്നിരിക്കാം. ഇന്ന് 20 ആണ്ട് ബലിയാണ്. ഒരാള് പോലും അതേപ്പറ്റി മിണ്ടുന്നു പോലുമില്ല. ആ കർമ്മം ഇന്ന് നടക്കേണ്ടത് തന്നെയാ. അമ്മു അത് മറന്നേക്ക്. പതിവ് പോലെ മംഗലശ്ശേരിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇന്ന് അച്ഛന്റെ ഓർമ്മ ദിവസമാണെന്ന കാര്യം സഞ്ജുവിനറിയാം. അവൻ 10 വർഷങ്ങളിൽ ചെയ്യാറുള്ള പ്രവൃത്തികൾ ഇന്നും ചെയ്യും. ഞാൻ ചായ കൊടുക്കാൻ റൂമിൽ ചെന്നപ്പോൾ ഏതോ ഓർഫനേജിൽ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടു. നമ്മൾ ഇക്കാര്യത്തിൽ നിസ്സഹായരാമു. ഈ ദിവസം ശ്രീദേവിയമ്മ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആവും. അമ്മു ചായം കൊണ്ടുപോയിട്ട് അമ്മ വാതിൽ തുറന്നില്ലെന്ന് പറഞ്ഞ് മടങ്ങി വന്നതല്ലേ. ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം അറിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ഈ ആണ്ടുവഴി നടത്തുക എന്നത് നിസ്സാര കാര്യമല്ല. 19 വർഷം ബലി മുടങ്ങിയതിന് പിഴയായി വലിയ ചടങ്ങുകൾ തന്നെ വേണ്ടിവരും. അതിന് ശാസ്ത്രികൾ വന്നേ പറ്റൂ. അതുമാത്രമല്ല, നല്ല തയ്യാറെടുപ്പുകളും വേണ്ടിവരും. 2-3 ദിവസം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. എവിടെയാമ്മു അതിനൊക്കെ സമയം? അമ്മുവിൻ്റെ വിഷമം എനിക്കറിയാം. ഫോട്ടോ പുറത്തു വെച്ചിട്ട് ബലി നടത്താത്തത് മാത്രമല്ല ഈ സങ്കടത്തിന് കാരണം. മറ്റാർക്കും അറിയില്ലെങ്കിലും അമ്മു ഈ വീടിൻ്റെ മരുമകൾ തന്നെയാണ്. ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ കടമകൾ അമ്മു ഭംഗിയായി ചെയ്തു വരുന്നുണ്ട്. അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ സഞ്ജുവിൻ്റെ മനസ്സിലൊരിളക്കം വരാത്ത കാലത്തോളം ആ ആണ്ടുവിൽ നടക്കാൻ പോകുന്നില്ല അമ്മു. അവൻ്റെ മനസ്സിളകണമെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിക്കണം. അമ്മു, മുകുന്ദേട്ടൻ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 20 വർഷമാകുന്നു. ഇന്ന് മുകുന്ദേട്ടന്റെ ആണ്ടുബലി നടക്കേണ്ട ദിവസം. ഈ വർഷം അത് ഉണ്ടാവില്ല മുകുന്ദേട്ട.
വയ്ക്കാനാ പറഞ്ഞത്. മാറി നിക്കടി. അത് സഞ്ജുന്റെ അച്ഛനാ. ഇയാളെ പറ്റി നിനക്ക് എന്തറിയാവടി? ഒരിക്കൽ സന്തോഷത്തോടെ കഴിഞ്ഞ ഈ കുടുംബം തല്ലി തകർത്തവൻ ഇയാള്. ഇവിടെ പലരും മറന്നുപോയ ആ ദിവസം ശ്രീകുട്ടി ഓർമ്മപ്പെടുത്തിയതോ. മുകുന്ദേട്ടന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ആകെ ഉണ്ടായിരുന്ന ആന്തരിക അവൻ പോയ ദിവസമായിന്ന് അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ദുഃഖം ഒന്നേ ഉള്ളൂ. അവർ ജീവനോടെ ഇരിക്കുമ്പോൾ മക്കളുടെ ചിത കത്തുന്നത് കാണുക. അങ്ങനെ ഒരു ദുർബുദ്ധി ദൈവം നമുക്ക് തന്നു. നമ്മുടെ മകന് ആത്മശാന്തി നൽകാൻ നമുക്ക് കഴിയുന്നില്ല. നിന്നെ ഒന്ന് കാണാനിരുന്നതാ ഞാൻ. ഇന്ന് അച്ഛന്റെ ഓർമ്മദിനാ. അറിയാം. എല്ലാ വർഷവും ഞാൻ ഇവിടെ ഒരു ഫാദർ നടത്തുന്ന ഓർഫനേജിൽ പോയി അന്തേവാസികൾക്ക് ഭക്ഷണവും ഡ്രസ്സും ഒക്കെ നൽകാറുണ്ട്. ഇന്ന് സ്വാതിയും കൂടെ പോര്. അത് നല്ല കാര്യം തന്നെ സഞ്ജു. കൂടെ വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്തൊരു പക്ഷേ? സഞ്ജുന്റെ അച്ഛന്റെ ബലി മുടങ്ങിയിട്ട് 19 വർഷമായി. കുട്ടിക്കാലത്ത് സഞ്ജു തന്നെയാ ബലി മുടക്കിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോ മാത്രമേ ഞാനും നീയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലില്ല. ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ വിഡ്ഢികളാക്കുന്ന ഒരു ചടങ്ങായിട്ടേ എനിക്കതിനെ കാണാൻ കഴിയൂ. ഓർമ്മ പുതുക്കേണ്ടത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയല്ല. 100 പേർ നമ്മളെ വിട്ടുപിരിഞ്ഞവരെ നന്ദിയോടെ ഓർക്കണം. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാ. സഞ്ജുനോട് എനിക്കൊന്നും പറയാനില്ല. സ്വാതി, വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടല്ലോ. രാവിലെ ആരാടി ഇത് ചെയ്തത്? ഇന്ന് മുകുന്ദേട്ടന്റെ ഓർമ്മ ദിവസം. ഇത്രയും നാൾ ഈ ഫോട്ടോ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് അറപ്പും വെറുപ്പുമായിരുന്നു. എന്നെ പരിഹസിക്കുന്ന പോലെ. എന്നാൽ ഇയാൾ മരിച്ച് മണ്ണടിഞ്ഞ ഈ ദിവസം ഈ ചിത്രം ഇവിടെ തന്നെ ഇരിക്കണം. എനിക്കും വലിയച്ചിക്കും കണ്ടു ചിരിക്കാൻ ഒരു കോമാളിയെ പോലെ. കവിതജി, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. 19 വർഷം ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റി ഇവിടെ ആരും ഓർക്കാതെ പോയി. എന്തിന്? മകൻ പോലും മറന്നു. ഇപ്പതേ ചുവരിൽ കയറി ഇരുന്നിട്ടും പിണ്ടം വയ്ക്കാൻ പോലും ആരുമില്ല. ഇതിൽ കൂടുതൽ എന്ത് അവഗണനയാ നിങ്ങൾക്ക് കിട്ടേണ്ടത്? ആ ഇരുട്ട് മുറിയിൽ ആരും തിരിച്ചറിയാതെ കിടന്നാ പോരായിരുന്നോ? എന്നാൽ മരുമകളാകാൻ പോകുന്നവൾക്ക് അത് പോരാ. നിങ്ങളുടെ ഈ ഓർമ്മദിനം കവിതയ്ക്ക് മനസ്സ് തുറന്ന് ചിരിക്കാനുള്ളത്. അതിനെ ഞാൻ ശ്രീകുട്ടിയോട് നന്ദി പറയുന്നു. നിന്റെ ശ്രീദേവി അമ്മയോട് ചെന്ന് പറഞ്ഞേക്ക്, കവിത അനുഭവിക്കുന്ന സന്തോഷം അവളും കൂടി അറിയട്ടെ. ശ്രീകുട്ടി, മുകുന്ദേട്ടന്റെ ഈ ഫോട്ടോ ഇവിടെ കൊണ്ട് വെക്കാൻ പാടില്ലായിരുന്നു. അമ്മു, ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ? സഞ്ജു തന്നെയാ അച്ഛനിങ്ങനൊരു ശിക്ഷ കൊടുത്തത്. ആരെയും പഴിക്കണ്ട. എല്ലാറ്റിനും കാരണക്കാരി ഞാനാ.
എന്താ നിനക്കെന്താ പറയാനുള്ളത് പോലെ? ചേച്ചി അച്ഛന്റെ ഫോട്ടോ ഹാളിൽ കൊണ്ടുപോയി വെച്ചില്ലേ? ആ, നീയല്ല അതിന് പിന്നിൽ ചരട് വലിച്ചത്. എന്നിട്ടിപ്പോ എന്നോട് വന്ന് പറയേണ്ട കാര്യം എന്താ? ഇപ്പൊ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. എന്തിന്? ഞാനും മുത്തച്ഛനും അത് അംഗീകരിച്ചതല്ലേ. ഇപ്പൊ എന്തിനാ പശ്ചാത്താപം? എന്നിട്ട് അച്ഛന്റെ ആണ്ടുബലി നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ആണ്ടുബലിയും ഫോട്ടോയും തമ്മിൽ എന്ത് ബന്ധം? അച്ഛനെ ഇഷ്ടമല്ലാത്തവർക്ക് പരിഹസിക്കാൻ ഒരു അവസരമായി. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി ഇടപെടുന്നത്? ഒരിക്കൽ നമ്മൾ ഇതുപോലൊരു കാര്യത്തിന് മുഷിഞ്ഞതാ. എനിക്ക് എന്റെ നിലയും വിലയും അറിയാം. അറിഞ്ഞു തന്നെ വീട്ടിൽ കഴിയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിലും പൂജാകർമ്മത്തിലും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. ആ, അറിയാലോ. പിന്നെ എന്തിനാ അതേക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതേ ആവശ്യമായിട്ട് സ്വാതി വന്നതാ. എന്റെ മനസ്സറിഞ്ഞ അവൾ തിരിച്ചുപോയി. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ തടസ്സം നിൽക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി ബലിതർപ്പണം നടത്തണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭർത്താവിന് വേണ്ടി അമ്മയ്ക്ക് അത് ചെയ്യാം. അമ്മയോട് ഇത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മകൻ അച്ഛന് വേണ്ടി കർമ്മം ചെയ്യാൻ വിമുഖത കാട്ടുമ്പോ അമ്മ എങ്ങനെ അത് ചെയ്യും? കഴിഞ്ഞ 19 വർഷം അമ്മ എങ്ങനെയാ കഴിഞ്ഞെന്ന് നിങ്ങൾ ഓർക്കണം. നീ അതിര് കിടക്കുക. ഇത് ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള വിഷയം. അമ്മ എന്നെ ഏത് കണ്ണിലാ കാണുന്നതെന്ന് നിങ്ങൾ പോയെന്ന് ചോദിക്ക. അമ്മ എന്നെ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ അമ്മയുടെ മകളായിട്ടാ കാണുന്നേ. നിനക്ക് ഇവിടുന്ന് പോണെന്ന് തോന്നിയാ നീ എന്നോട് പറയണം. നമുക്കൊരു വീടെടുത്ത് മാറി താമസിക്കാന്ന് അമ്മ എന്നോട് പറയണമെങ്കിൽ അമ്മയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അമ്മ അനുഭവിക്കുന്ന വേദന കാണാൻ ഇനി എനിക്ക് പറ്റില്ല. അമ്മയുടെ കാര്യത്തിൽ നീ അത്ര വലിയ ഉത്കണ്ഠയൊന്നും കാണിക്കണ്ട. അമ്മ ഒരു ഭംഗി വാക്ക് പറഞ്ഞെന്ന് വെച്ച് നിന്നെയും കൂട്ടി ഈ വീട് വിടുവെന്ന് നീ കരുതണ്ട. എന്താ പ്രശ്നം? നീ ഒന്നും മിണ്ടാതിരിക്ക്. ഈ ദിവസം അമ്മ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയാം. അമ്മ വാതില് തുറന്നിട്ടില്ല. ചായയുമായി ചെന്ന് വിളിച്ചിട്ട് പോലും പ്രതികരണമില്ല. ഇന്ന് മുഴുവനും അമ്മ നിരാഹാരത്തിലാ. ഇന്നലെ രാത്രി അമ്മയ്ക്ക് അസുഖത്തിന്റെ ലക്ഷണം ഉണ്ടായിരുന്നു. അമ്മയെ തനിച്ച മുറിയിൽ വിടാനാണോ നിങ്ങൾ പോകുന്നേ? നിങ്ങളോട് ഞാൻ അപേക്ഷിക്ക, അമ്മയെ അടച്ചിട്ട മുറിയിൽ കിടത്തരുത്. അച്ഛന്റെ ഓർമ്മ ദിവസം അമ്മ പുറത്ത് വരില്ല. മുമ്പ് ഞാൻ പോയി വിളിച്ചിട്ട് പോലും അമ്മ വാതിൽ തുറന്നിട്ടില്ല. നീ വന്നത് ഇപ്പോഴാ. ഞാൻ എന്റെ അമ്മയെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നും അല്ല. എന്താ കവിത? ആ പെണ്ണ് എന്ത് ധൈര്യത്തിലാ അവന്റെ മുന്നിൽ നിൽക്കുന്നത്? അവനാകെ ചുട്ടുപഴുത്ത് നിൽക്കുക. അവളവനെ വിസ്തരിക്കുക. വിഷയം മറ്റൊന്നുമല്ല, മുകുന്ദേട്ടന്റെ ആണ്ടുബലിയല്ലേ. ഞാനിനി എന്താ പറയാ പ്രവർത്തിക്കാന്നൊന്നും എനിക്കറിയില്ല. നീ മുന്നിൽ പോ. ദൈവമേ, അമ്മ ഇത് എന്ത് ഭാവിച്ച? അമ്മ രണ്ടും കൽപ്പിച്ച ഞാൻ അവളെ ചെന്ന് വിളിച്ചോണ്ടുവരാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോവും. വേണ്ട, അവൾക്ക് പറയാനുള്ളത് അവനോട് പറയട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം അമ്മൂനുണ്ട്. നിങ്ങളൊരു വാക്ക് ആ മുറിയുടെ മുന്നിൽ ചെന്നൊന്ന് പറഞ്ഞാ മതി. അമ്മയൊന്ന് വാതിൽ തുറക്കാൻ, അച്ഛന് വേണ്ടി ബലികർമ്മം ചെയ്യാന്നും ഒന്ന് ചെന്ന് പറ. അമ്മ വാതിൽ തുറക്കട്ടെ. എന്നെ ശരിയും തെറ്റി പഠിപ്പിക്കാൻ നീ ആടി. എന്നോട് പറയാൻ ഞാൻ എന്തെങ്കിലും അവകാശം നിനക്ക് തന്നിട്ടുണ്ടോ? ഉണ്ടോന്ന്?